നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എനിക്കറിയില്ല സർ. കല്യാണമൊക്കെ അടുത്ത സ്ഥിതിക്ക് സന്തോഷമായിട്ട് കഴിയേണ്ട സമയമല്ലേ ഇത്? അവൾക്ക് ഉറപ്പിച്ച കല്യാണത്തിന് താല്പര്യമില്ലാത്തോണ്ടാണ് ചെയ്തത്. എന്താ ബിജുകുട്ടാ ഈ ഒരു അവസ്ഥയിൽ ഇങ്ങനെയൊക്കെയാണ് സംസാരിക്കുന്നത്? സോറി, ഞാൻ മഞ്ജുനെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. എനിക്ക് മനസ്സിലായി ബിജുട്ടാ, നമ്മളെല്ലാവരും പോലീസുകാരല്ലേ. ഇങ്ങനെ എന്തെങ്കിലും സംഭവിക്കുമ്പോ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് സ്വാഭാവികോ. ഞാനും പല കേസുകളിൽ ഇങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ അത് സ്വന്തം കുടുംബത്തിൽ നടക്കുമ്പോഴാ അതിന്റെ വിഷമം മനസ്സിലാവുന്നു. സർ, എനിക്ക് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തണം. അതിനെന്താ ബിജുകുട്ടാ, നീ ഇവളെ വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടാക്കും. ശരി സാർ. ഈശ്വര, ആ കുട്ടിക്ക് ദോഷമൊന്നും വരത്തില്ലേ? ഡോക്ടർ മഹിമ ഇപ്പൊ ഒന്നും പറയാറായിട്ടില്ല. ബ്ലഡ് കുറെ പോയിട്ടുണ്ട്. കരയാതെ മഞ്ജു, മഹിമ ഭാഗ്യമുള്ള കുട്ടിയാണ്. അവളെ ഇവിടെ എത്തിക്കാൻ കുറച്ചുകൂടെ വൈകിയിരുന്നെങ്കിൽ നമുക്കവളെ നഷ്ടപ്പെട്ടേനെ. താങ്ക് യു ഡോക്ടർ. താൻ നന്ദി പറയേണ്ടത് എന്നോടല്ല, ഈ ചേച്ചിയോടാണ്. ഇവരാണ് ആംബുലൻസ് വിളിച്ച് മഹിമയെ കൃത്യസമയത്ത് ആശുപത്രിയിൽ എത്തിച്ചത്. എന്ത് ചെയ്താലും ചേച്ചി ചെയ്ത ഉപകാരത്തിന് പകരം വയ്ക്കാൻ പറ്റില്ല. എന്റെ ജീവനാ അകത്ത് കിടക്കുന്നത്. മരിക്കുന്നത് വരെ ചേച്ചി ചെയ്ത ഉപകാരം ഞാൻ മറക്കില്ല. എന്താ മോളെ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഒരു ജീവന്റെ വില എന്താണെന്നൊക്കെ എനിക്ക് മനസ്സിലാക്കാനുള്ള വിവരമുണ്ട്. എന്റെ കൺമുമ്പില് ഒരാളുടെ ജീവൻ പോകാൻ ഞാൻ സമ്മതിക്കില്ല. അതിന് വേണ്ടുന്നതെല്ലാം ഞാൻ ചെയ്യും. അത് ഒരു ഉപകാരമൊന്നുമല്ല, അതെന്റെ ഉത്തരവാദിത്വം. ചേച്ചി, അവൾ എന്തിനാ ലോഡ്ജിലേക്ക് വന്നത്? അതെനിക്കറിയില്ല മോളെ. പക്ഷെ ആ റൂമിൽ 2 പയ്യന്മാരായിരുന്നു താമസിച്ചിരുന്നത്. അവന്മാരെ കണ്ടാ തന്നെ എന്തോ ഒരു വശപ്പശക് തോന്നും. അവരൊക്കെ ആ മാനേജർ സുരേഷിന്റെ പരിചയക്കാരാ. ഈ കൊച്ചിന്റെ മുറി അവനാ തുറന്നത്. കൊച്ചി രക്തത്തിൽ കുളിച്ചു കിടക്കുന്നത് കണ്ടതും അവൻ ഓടി. കൊച്ചിനെ ആശുപത്രിയിൽ എത്തിച്ച ഉടനെ ഞാൻ അവനെപ്പറ്റി സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അവന്റെ വണ്ടി നമ്പറും കൊടുത്തിട്ടുണ്ട്. മോള് മയക്കുമരുന്നുകാരെ പിടിച്ച മുറിയില്ലേ, അതിന് തൊട്ടപ്പുറത്തെ മുറിയിലായിരുന്നു ഈ കൊച്ചു കിടന്നത്. എന്താ മഞ്ജു നോക്കിയിരിക്കണത്? വേഗം വാ, അവര് മെഡിക്കലിന് കൊണ്ടുപോകണം. യെസ് സർ. ഞാൻ ആ മുറി ഒന്ന് പരിശോധിച്ചാൽ മതിയായിരുന്നു. എന്റെ അനിയത്തി. കരയല്ലേ മോളെ, ദൈവം സഹായിച്ചൊന്നും പറ്റിയില്ലല്ലോ. ഇനി ആ കൊച്ചിനെ ഈ അവസ്ഥയിലാക്കിയവരെ കണ്ടുപിടിക്കാനാ മോള് ശ്രമിക്കണ്ടേ. അവരാ കൊച്ചിനെ അത്രയും ബുദ്ധിമുട്ടിച്ചോണ്ടായിരിക്കും അവൾ ആത്മഹത്യക്ക് ശ്രമിച്ചത്. ഇത്രയും കണ്ണിച്ചോരയില്ലാത്തവന്മാരെ നടു റോഡിലിട്ട് തല്ലിക്കൊല്ലണം. മഹിമയ്ക്ക് എങ്ങനെയുണ്ട്? ഒന്നും പറയാറായിട്ടില്ല. മഹിമയ്ക്ക് എത്രയും പെട്ടെന്ന് ബ്ലഡ് വേണ്ടിവരും. ഞാൻ തരാം ഡോക്ടർ. ഏയ്, ഈ അവസ്ഥയില് മഞ്ജു ബ്ലഡ് കൊടുത്താൽ എങ്ങനെ ശരിയാവുക? മഞ്ജു പ്രഗ്നന്റ് അല്ലേ? അപ്പൊ ബ്ലഡ് കൊടുക്കാതിരിക്കുന്നതാ നല്ലത്. ഞാൻ തരാം ഡോക്ടർ. നിങ്ങൾ ഒരേ ഗ്രൂപ്പാണോ? അതെ. ഒരിക്കൽ എന്റെ ജീവൻ രക്ഷിക്കാൻ മഹിമ എനിക്ക് രക്തം തന്നിട്ടുണ്ട്. അവൾക്ക് ഇങ്ങനൊരു അവസ്ഥ ഉണ്ടാവുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. എന്നാ എത്രയും പെട്ടെന്ന് താഴെ പോയി ബ്ലഡ് കൊടുത്തോളൂ. ഡോക്ടർ, മഹിമ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചതാണെന്ന് റിപ്പോർട്ട് ചെയ്യാതിരിക്കാൻ പറ്റുമോ? ഇത് കേസായി കഴിഞ്ഞാൽ അവളുടെ ഭാവിയെ ബാധിക്കും. അവൾ ഇനി ഇങ്ങനൊരു അബദ്ധമൊന്നും കാണിക്കാതെ ഞാൻ നോക്കിക്കോളാം. ഞാൻ സാധാരണ റൂൾസ് തെറ്റിച്ചൊന്നും ചെയ്യാറില്ല. പക്ഷേ മഹിമ എനിക്ക് നന്നായിട്ടറിയാം. അവള് നല്ലൊരു ഡോക്ടറാവുന്ന് എനിക്ക് ഉറപ്പുണ്ട്. ആ ഒരൊറ്റ കാരണം കൊണ്ട് ഇത്തവണ ഞാൻ അവളെ സഹായിക്കാം. താങ്ക് യു ഡോക്ടർ.
അവള് ചത്തുന്ന് നിനക്ക് ഉറപ്പാണോ? നീ എന്ത് പണിയാ ഈ കാണിച്ചത്? ഞാൻ മാത്രമല്ല, ഞാൻ ഒറ്റയ്ക്കല്ല ഒന്നും ചെയ്തത്. ഇത് വലിയ കുരിശായല്ലോ. ഇതിപ്പോ കേസിൽ പെടുകയും ചെയ്യും, ഒന്നും ചെയ്യാനും പറ്റിയില്ല. ഇതുകൊണ്ട് നമ്മൾ എല്ലാവരുടെയും ഭാവിയാ തകരാൻ പോകുന്നത്. എടാ, നീ പറയുന്നത് കേട്ടാ തോന്നുമല്ലോ ഞാൻ അവളെ കൊന്നതെന്ന്. അതിനും അവൾ ആത്മഹത്യ ചെയ്യുന്നു ഞാൻ വിചാരിച്ചോ? നീ വിചാരിക്കണം, ഇതുപോലെ ഒരു പെൺകുട്ടിയെ ടോർച്ചർ ചെയ്താ പിന്നെ അവൾ എന്ത് ചെയ്യാനാ? നീ മിണ്ടരുത്. എല്ലാത്തിനും കാരണം നീയാ. ആ ക്ലോറോഫോമിന്റെ ഡോസ് ശ്രദ്ധിക്കണമെന്ന് ഞാൻ നിന്നോട് പ്രത്യേകം പറഞ്ഞതാ. നീ അത് തൊലച്ചതുകൊണ്ട് അവൾക്ക് ബോധം വന്നത്. തന്ന ജോലി ശ്രദ്ധിക്കാതെ ആക്രാന്തം മൂത്ത് നീ കാണിച്ച അബദ്ധം കാരണമാ ഇതെല്ലാം സംഭവിച്ചത്. ചെയ്യാനുള്ളതെല്ലാം ചെയ്തിട്ട് കുറ്റം മുഴുവൻ എന്റെ കയ്യിലിടുന്നോളാ. കൈയിടറാ. നിന്റെ കുറ്റം തന്നെയാണ്. ഇനി ആ കാര്യത്തിൽ തർക്കിക്കാൻ വരണ്ട. ഇപ്പോഴും വൈകിട്ടില്ല. രക്ഷപ്പെടാനുള്ള വഴി നോക്കുന്നതാണ് ബുദ്ധി. നമ്മൾ എങ്ങനെ രക്ഷപ്പെടാനാടാ? പുറകെ പോലീസ് ഉണ്ടാവും. നമ്മളിലേക്ക് പോലീസ് എത്താൻ കുറേ സമയമെടുക്കും. മഹിമ മരിച്ചു, നമ്മളെ സഹായിച്ച സുരേഷ് മുങ്ങിയും കാണും. ഇതിന് പുറകിൽ നമ്മളാണെന്ന് അറിയുമ്പോഴത്തേക്കും നമ്മൾ സുഖമായിട്ട് നാടുവിടും. ഞാൻ കാനഡയിലേക്ക് ഫ്ലൈറ്റ് കയറും. പിന്നെ എന്നെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. എന്നാ എന്നെയും കൂടി കൊണ്ടുപോടാ. പറ്റില്ല അല്ലേ? സാരമില്ല, നീ രക്ഷപ്പെടാൻ ഇന്ത്യ വിടുന്ന സ്ഥിതിക്ക് ഞാൻ എന്റെ റേഞ്ചിന് കേരളമെങ്കിലും വിടാൻ ശ്രമിക്കാം. കഷ്ടപ്പെട്ട് പഠിച്ച് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ വാങ്ങിയതാ. അതല്ല ഇപ്പോ വെറുതെ ആവുമെന്ന് ആലോചിക്കുമ്പോഴാ വിഷമം. മമ്മി എന്നെ കൊല്ലും. എടാ, അതിനെക്കുറിച്ചൊന്നും ആലോചിക്കണ്ട. ഇപ്പൊ രക്ഷപ്പെടുന്നതിനെ കുറിച്ച് മാത്രം ചിന്തിച്ചാ മതി. പിന്നെ ഇപ്പൊ മഹിമ ആത്മഹത്യ ചെയ്തത് എന്തിനാണെന്ന് പുറത്തു പറയാൻ അവളുടെ കുടുംബം തയ്യാറാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവള് ഇങ്ങനൊരു ഹോട്ടലിൽ എത്തിപ്പെട്ടെന്ന് നാട്ടുകാരറിഞ്ഞ അതിന്റെ ചീത്തപ്പേര് അവർക്ക് കൂടിയാണല്ലോ. അതുകൊണ്ട് അവർ ഈ കാര്യത്തിൽ നിയമപരമായ എന്തെങ്കിലും ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല.